ഹലോ, ഞാനു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടൺ റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. ഒരു റോസ്റ്റ് ടൈപ്പ് മട്ടനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരുപാട് ഗ്രേവി ഒന്നും ഉണ്ടാവില്ല കേട്ടോ, പക്ഷെ ചപ്പാത്തിക്കും ചോറിനും അപ്പത്തിനും അങ്ങനെ എല്ലാത്തിനും പറ്റിയൊരു റെസിപ്പിയാണിത്. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 1 കിലോ മട്ടൺ നന്നായി കഴുകി വൃത്തിയാക്കിയതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ ചില്ലി പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പുരട്ടിയെടുക്കുക. എന്നിട്ട് അത് ഒരു 3-4 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. ഇതിലേക്ക് നമുക്ക് വേണ്ട സ്പൈസസ് ചൂടാക്കി പൊടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ള സ്പൈസാണ് ഇതൊക്കെ. അത് ഞാൻ ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളത്, അതിൻ്റെ അളവൊക്കെ. അപ്പോൾ അത് നോക്കി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ മാറ്റി വയ്ക്കുക. എന്നിട്ട് അതേ പാനിലേക്ക് തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ചെറിയ ഉള്ളിയാണ് ഒരു 20-25 എണ്ണം അരിഞ്ഞിട്ട് അത് വഴറ്റിയെടുക്കുക. ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ സവാള ചേർക്കുക. വലുതല്ലെങ്കിൽ 2 ചെറിയ സവാളയും ചേർത്ത് അതും വഴറ്റിയെടുക്കണം. വഴണ്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് വേപ്പിലയും ഒരു ചെറിയ പീസ് ഇഞ്ചി 3-4 വെളുത്തുള്ളിയും ക്രഷ് ചെയ്തും കൂടെ ചേർത്തിട്ട് അത് മുരിഞ്ഞ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി അതിലേക്ക് പൊടിച്ച് വെച്ച മിക്സ് ചേർക്കണം. മിക്സ് ചേർത്ത് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ മട്ടൻ വേവിച്ചത് ചേർക്കാം. അപ്പോൾ മട്ടൻ വെന്ത മട്ടനാണ് കേട്ടോ, അതുകൊണ്ട് ഒരു ചെറിയ പൊടിക്കൊരു വേവ് കുറവുള്ളൂ. അപ്പോൾ അത് നമുക്കൊരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവാവുന്നതുള്ളൂ. ഇപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. അത് നമ്മൾ നന്നായിട്ട് അടച്ച് വെച്ച് ഇനിയൊരു 5-10 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനത്തെ സ്റ്റീലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അടിയിൽ പിടിക്കും. നോൺ സ്റ്റിക്ക് ഒന്നും ആകുമ്പോൾ പ്രോബ്ലം ഉണ്ടാവില്ല. ഇടയ്ക്ക് നമ്മൾ ഉപ്പൊക്കെ നോക്കണം. ഉപ്പില്ലെങ്കിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഈ സമയത്താണ് അതൊക്കെ ചെയ്യേണ്ടത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഒരു 10 മിനിറ്റ് നന്നായിട്ട് വേവിച്ച് കഴിയുമ്പോൾ ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വരും. അപ്പം ഇതേ ഗ്രേവിയോടെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇതെടുക്കാം. അല്ലെങ്കിൽ കുറച്ചും കൂടി ഈ ഗ്രേവിയൊക്കെ ഒന്ന് കുറഞ്ഞ് നല്ലൊരു കുഴമ്പ് രൂപത്തിലുള്ളൊരു മിക്സ്ചറായിട്ട് കിട്ടും. റോസ്റ്റ് ചെയ്ത പോലെ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം. ഇതാണ് കൂടുതൽ ടേസ്റ്റിയർ ആയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയും അത്ര തന്നെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു.